Hi all, welcome to CC Bank. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ കോപ്പറേറ്റീവ് എക്സാംസ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വർഷം ഡിഗ്രി HDC കഴിഞ്ഞ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വർഷം BCom കോപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ JDC HDC കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് എക്സാംസ് എങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കണം, എന്തൊക്കെയാണ് നമ്മുടെ അവസരങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോപ്പറേറ്റീവ് സെക്ടറിൽ എന്തൊക്കെ അവസരങ്ങളാണുള്ളത്. നിങ്ങളിപ്പം പ്രധാനമായും CSEB ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക, യാത്ര തിരിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, CSEBക്ക് മുകളിൽ മറ്റു കുറച്ചുകൂടി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അതായത് CSEBനേക്കാളും കുറച്ചുകൂടി പവറുള്ള ഗസ്റ്റഡ് റാങ്ക് വരെ എത്തുവാനായിട്ട് പറ്റുന്ന PSCയിലെ അവസരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ അവസരം എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന നമ്മുടെ ജൂനിയർ ക്ലർക്ക് ക്യാഷർ പരീക്ഷയാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ട്, നിങ്ങൾ ഡിഗ്രി ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ എക്സാം കൂടി എഴുതാം. ജൂനിയർ ക്ലർക്ക്, അതുകൂടാതെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ എക്സാം കൂടി നിങ്ങൾക്ക് എഴുതുവാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്താണ്, നമുക്ക് 100 മാർക്കിന് തന്നെയാണ് എക്സാം വരുന്നത്. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടൻസി, കോർപ്പറേഷൻ, ബാങ്കിങ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോ, ഇംഗ്ലീഷ്, മാത്സ്, GK എന്നിവയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനി നമ്മൾ JCA PSC നടത്തുന്ന കുറച്ച് എക്സാമുകളുണ്ട്. JCA ഉണ്ട്. ഇനി നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് കേസ് കാർഡ്, അതുപോലെ തന്നെ കേരള ബാങ്ക്, മാർക്കറ്റ് ഫെഡ്, മിൽമ, അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ PSCയിൽ നിങ്ങൾക്കുണ്ട്. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമുക്ക് 100 മാർക്ക് തന്നെയാണ്. നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, GK നമുക്ക് അവിടെ ഇല്ല. അതായത് നമ്മളെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ പഠിച്ച സബ്ജക്റ്റുകൾ മാത്രം വരുന്ന ഒരു എക്സാം ആയിരിക്കും. അപ്പൊ അതിനെന്താണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് വരെ എത്താൻ പറ്റുന്ന പോസ്റ്റുകളാണ് JCA എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, CSEB മാത്രം ലക്ഷ്യമാക്കി പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് JCA ആയിക്കൊള്ളട്ടെ, കേരള ബാങ്കിന്റെ ആയിക്കൊള്ളട്ടെ, കേസ് കാർഡിന്റെ ആയിക്കൊള്ളട്ടെ, നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് 2028-29 നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി നിങ്ങൾ CSEB എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ബേസ് എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കുക. കാരണം നമുക്കറിയാം, ഒരു വലിയ ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിന്റെ അടിത്തറ എന്തായിരിക്കണം, വളരെ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടതാ ഈ വരുന്ന JCI, അതുപോലെ കുറച്ചുകൂടി വലിയ പോസ്റ്റുകളിലേക്കായിരിക്കും നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളല്ല, വലിയ 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 സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ വലിയ സ്വപ്നങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ യാത്ര തിരിക്കുക. അതിനുള്ള ഒരു ഇടത്താവളം മാത്രമായി നിങ്ങൾ എന്ത് ചെയ്യുക, CSEB എക്സാമിനെ കാണുക. വളരെ വലിയ സാലറി പാക്കേജുകളൊക്കെയാണ് അല്ലെ. നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിലെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ബേസിക് പേയുടെ ഒക്കെ അതിന് തുല്യമായി തന്നെ DA ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ CSEB എക്സാം ഒക്കെ. പക്ഷെ ഇവിടെ JCAയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഗവൺമെന്റിന്റെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫാണ്. അതിൻ്റെതായ അഡ്വാൻറ്റേജുകളും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു ഹയർ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് നമ്മൾ 2026 നിൽക്കുന്നത്. 2025 നമുക്കൊരു റാങ്ക് ലിസ്റ്റ് JCAയുടെ ആയിക്കൊള്ളട്ടെ, അതുപോലെ കേരള ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2026, 27, 28 മുന്നേ നമുക്ക് എന്ത് വരും, അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് JCAയുടെ. ഇപ്പൊ കേരള ബാങ്കിന്റെ കാര്യവും നമുക്ക് അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ഇയർ, അതായത് 29 അല്ലെങ്കിൽ 30 ആ റേഞ്ചിലേക്ക് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന്റെ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത്, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിട്ടും കഴിഞ്ഞ ഒരു എക്സാമിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ചോദ്യം വന്നപ്പോൾ JCAക്ക് 56, കേരള ബാങ്കിന് 53.33 മാർക്കാണ്. വളരെ വൈഡായ ലിസ്റ്റ് ആയിരുന്നു കേരള ബാങ്കിന്റെ. JCAയുടെ താരതമ്യേന കുറച്ച് ചെറിയ ലിസ്റ്റ് ആണെങ്കിൽ പോലും കട്ട് ഓഫ് വന്നത് 56 മാർക്കാണ്. വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇനി വരുന്ന എക്സാമിന് എന്തായാലും ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു നിലവാരത്തിൽ നിൽക്കത്തില്ല. അതിന് മുകളിലേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം ഇപ്പോഴേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത JCA ലക്ഷ്യമാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് CSEB എക്സാമിനെ കൃത്യമായി നമ്മുടെ സബ്ജക്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം
നമ്മൾ ഈ 2026 നിങ്ങൾ ജോലി പ്രവേശിക്കുകയാണെങ്കിൽ CSEB ക്ലർക്കായിട്ട് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ അടുത്ത കേരള ബാങ്ക് ഇപ്പൊ 2030 നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സൊസൈറ്റി കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ഇവിടെ 53 മാർക്ക് കേരള ബാങ്കിന് കട്ട് ഓഫ് വന്ന സമയത്ത് സൊസൈറ്റി കാറ്റഗറിയിൽ അറൌണ്ട് 20 താഴെ മാർക്കിനാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങൾ CSEB ക്ലർക്ക് ക്യാഷറായിട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിങ്ങളുടെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് 3 years ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സൊസൈറ്റി കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ വലിയ അവസരമാണ്, കാരണം കട്ട് ഓഫ് വളരെ കുറവാണ്. നിങ്ങൾ ഇപ്പോഴേ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോഴേ അത് ലക്ഷ്യമാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ PSC ജോലി മേടിക്കാനായിട്ടും പറ്റും. അടുത്ത ഒന്നാണ് KS കാർഡ് എന്ന് പറയുന്നത്. KS കാർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് 2026 ലാസ്റ്റിലേക്കായിരിക്കും വരും. 2026 ലാസ്റ്റ് നമ്മൾ വരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ 2027, 28, 29 നമുക്ക് അതിന്റെയും നോട്ടിഫിക്കേഷൻ വരാം. അപ്പൊ ഇപ്പൊ നമ്മൾ CSEB ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് വേണം, എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ വലിയ പോസ്റ്റിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഈ തവണ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ ഈ തവണ JDC HDC കഴിഞ്ഞ ആളുകളാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് സാധാരണയായി CSEB എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ 3 അല്ലെങ്കിൽ 4 മാസം ഗ്യാപ്പിലാണ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങളുടെ ഡിഗ്രിയുടെ റിസൾട്ട് വന്ന് വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം CSEBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്തറിയണം, എങ്ങനെ നമുക്ക് CSEB എക്സാം ഈ 2026 തന്നെ സ്വന്തമാക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കൃത്യമായ സിലബസ് CSEBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് കോർപ്പറേഷൻ 15 മാർക്ക്, ബാങ്കിങ് 20 മാർക്ക്, അക്കൗണ്ടൻസി 20 മാർക്ക്, കോപ്പറേറ്റീവ് ലോ 15 മാർക്ക്, അങ്ങനെ 70 മാർക്കിന് നമ്മുടെ സബ്ജക്ട്. ഇംഗ്ലീഷ് 10, മാത്സ് 10, GK 10, ഇങ്ങനെ 30 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ ഈ ഒരു കൃത്യമായ സിലബസ് മനസ്സിലാക്കി സിലബസ് കവർ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ 2021 മുതലുള്ള PYQs കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി അതുമായി കണക്ട് ചെയ്ത ഫാക്ട്സ് കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 2026 നിങ്ങളിപ്പം ജൂണിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 6 മന്ത് നമ്മൾ എപ്പോഴത്തേക്കാവും, ഡിസംബർ ആകുമ്പോഴത്തേക്കും ആകും. അതായത് 2027 ആദ്യത്തിലേക്ക് നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാനായിട്ട് പറ്റും. അപ്പം വളരെ കുറച്ച് സമയം നിങ്ങൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ, അതായത് നമ്മൾ പറയുന്ന അതേ സ്റ്റഡി പാറ്റേണുകൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും 2027 ആദ്യം ജനുവരി നമുക്ക് ന്യൂ ഇയറിന് സമാനമായിട്ട് വീണ്ടും തൊട്ടടുത്തുള്ള ബാങ്കിൽ ജോലിക്ക് കയറുവാനായിട്ട് പറ്റും. അടുത്ത ഒന്നാണ് മോഡൽ എക്സാം. നിങ്ങളിപ്പം ഈ വർഷം പഠിച്ചിറങ്ങുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് എന്തുവാണ്, എങ്ങനെയാണ് എക്സാം നടക്കുന്നത്? പെട്ടെന്ന് നമ്മളൊരു എക്സാം ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു OMR എങ്ങനെ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്ന് നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ അതിന് മുന്നോടിയായി നിങ്ങൾ എന്ത് ചെയ്യണം, മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആപ്പ് ത്രൂ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് OMR വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈം ബൗണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊന്നാണ് ടൈം മാനേജ്മെന്റ്. കൃത്യമായി നമ്മുടെ CSEB എക്സാമിന്റെ സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 1.5 മണിക്കൂറാണ് സമയം. ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ പുതിയ പാറ്റേണിൽ 100 മാർക്കിന്റെ പാറ്റേണിൽ വന്നിട്ട് കുറച്ച് എക്സാമുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് തന്നെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി എങ്ങനെ നമുക്ക് തയ്യാറെടുക്കണം? ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മോഡൽ എക്സാമുകൾ OMR എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് ഏത് സബ്ജക്റ്റ് ആണ് നമുക്ക് മാർക്ക് കുറവ്, മാർക്ക് കുറഞ്ഞ സബ്ജക്ട് ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, കൂടുതൽ റിവിഷൻ വേണം, അല്ലെങ്കിൽ കൂടുതൽ ഇൻഡെപ്തിൽ പഠിക്കണം. അടുത്തത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽ ടൈം ടേബിൾ. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ജോലി കളയേണ്ട കാര്യമില്ല. വീട്ടുകാരെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഫീസ് മേടിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും.
അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോൾ ജോലിക്ക് പോയിട്ട് എപ്പോൾ തിരിച്ച് വീട്ടിലെത്താം, അതിനുശേഷം വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ശേഷം എത്ര മണി മുതൽ എത്ര മണി വരെ പഠിക്കാം, അങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഒന്നാണ് വീക്ക് പോയിന്റ്. നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് മോഡൽ എക്സാമുകൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണ്, സെക്ഷൻസ് ലോ ആണോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ അഡ്വാൻസ്ഡ് പോർഷൻസ് ആണോ നമുക്ക് വീക്ക് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ആ വീക്കായ പോയിന്റുകൾ കൃത്യമായി നിങ്ങളൊരു മെന്ററുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓവർകം ചെയ്യുവാനായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2027 ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് ജോലിയിൽ കയറുവാനായിട്ട് പറ്റും. അപ്പൊ വേണ്ടത് എന്താണ്? ചിട്ടയായ പരിശീലനം, അതിനെ നിങ്ങളെ നയിക്കുവാനായിട്ട് ഒരു മെന്റർ സപ്പോർട്ട്, നിങ്ങളുടെ കൃത്യമായ ഡെഡിക്കേഷൻ, പ്രിപ്പറേഷൻസ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾ അടുത്ത 2027 ഏറ്റവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ജോലി മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം കളയേണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ 6 മന്ത് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഈ വരുന്ന നമ്മുടെ ഡിഗ്രി പാസ് ഔട്ട് ആയ ആളുകൾ, അതുപോലെ JDC HDC കോഴ്സ് കഴിഞ്ഞ ആളുകൾ, അതുപോലെ പഠനത്തിൽ ബ്രേക്ക് വന്ന ആളുകൾ എന്നിവരെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു 6 മന്ത് ബാച്ച് വരിക. ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ A to Z ബേസ് മുതൽ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. അപ്പം ഇത് കൂടാതെ നമുക്ക് 3 മന്ത് ബാച്ച് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിനൊക്കെ കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടും കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ പോയ ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു 3 മന്ത് ബാച്ച് വരുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. സ്പെഷ്യൽ മെന്റർഷിപ്പ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ PDF നോട്ടുകൾ, ഡെയിലി എക്സാം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബാച്ചിലുള്ളത്. അപ്പൊ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഒട്ടും സമയം കളയേണ്ട, നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ചെറിയ ക്വിസുകളും അതുപോലെ തന്നെ ചെറിയ സ്റ്റഡി മെറ്റീരിയൽസും ആയിട്ട് നമ്മുടെ പഠനം കുറച്ചുകൂടി ബൂസ്റ്റ് ആക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്